പഴഞ്ഞിയിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി ചെരിഞ്ഞു. വലിയ അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. റോഡിലെ അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തുള്ള സുരേന്ദ്ര ഹോട്ടലിന് മുന്നിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7:00-ഓടെയാണ് സംഭവം. സമീപത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് കോൺക്രീറ്റ് മിക്സിംഗിനായി എത്തിയ കൂറ്റൻ ലോറിയാണ് ഹോട്ടലിന് മുന്നിൽ നിർത്തിയതോടെ ചെരിഞ്ഞത്. ഹോട്ടൽ തുറക്കാത്തതും സമീപത്ത് മറ്റു വാഹനങ്ങളില്ലാതിരുന്നതും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. ക്രെയിൻ സർവീസ് എത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ലോറി ഉയർത്താൻ കഴിഞ്ഞില്ല. മറ്റൊരു ക്രെയിൻ എത്തിച്ച് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ലോറി ഉയർത്താനായത്. കുന്നംകുളത്ത് നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് പൊളിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. തുടർന്ന് റോഡ് ടാർ ചെയ്തില്ല. ഈ ഭാഗത്ത് റോഡിന്റെ പ്രതലം അപകട ഭീഷണി ഉയർത്തും വിധമായിരുന്നു. ഇരുചക്രവാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെട്ടിരുന്നു. CCTV ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. ഈ ഭാഗത്താണ് ലോറി താഴ്ന്നത്. ലോറി ഉയർത്തിയെങ്കിലും ഈ ഭാഗത്തെ പ്രതലം വീണ്ടും താഴ്ന്നതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. റോഡിന്റെ എതിർവശത്ത് സ്വകാര്യ ടെലികോം കമ്പനിയുടെ കേബിളുകൾ സ്ഥാപിച്ചതിന്റെ ഭാഗമായി റോഡിടിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തി അപകടസ്ഥിതി മനസ്സിലാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ഇത്തരത്തിൽ അപകടാവസ്ഥയുള്ളത്. റോഡരികിലെ കാനയ്ക്കു മുകളിലൂടെ സ്ലാബിട്ടാൽ നടപ്പാതയാകുന്ന സാഹചര്യം പരിഗണിച്ച് അക്കാര്യത്തിൽ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. വാർഡ് മെമ്പർ ഷാജൻ മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് സാബു വൈനൂർ എന്നിവർ വിഷയത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അക്കിക്കാവ്, പെരുമ്പിലാവ്, പാറേമ്പാടം മേഖലകളിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന മേഖല കൂടിയായതിനാൽ വിഷയത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം.